शिवगिरिशिखराग्रे दिव्यपद्मासनास्थम् शिवगिरिशिखराग्रे दिव्यपद्मासनास्थम् वरदमभयास्तं पापविध्वंसपादम्। ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। എല്ലാവർക്കും നമസ്തേ. ഞാൻ ഗൗരി നന്ദന, സ്മൈൽ ശ്രീ ശാരദാംബ ടീൻ സംഘമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് കളവങ്കോടം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേക്ക് സമാന്തരമായി കുമ്പളങ്ങിയിൽ നിന്നും പുറപ്പെട്ട് ആലപ്പുഴ റോഡിലാണ് ഈ പുണ്യക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? കളവങ്കോടം പുതുക്കാട്ടുകുന്നേൽ ദേവീക്ഷേത്രം എന്നാണ് ആദ്യകാലത്ത് ഈ ക്ഷേത്രം അറിയപ്പെടുത്തിയിരുന്നത്. ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ താമസിച്ചിരുന്ന കണ്ടുശ്ശേരി എന്ന കുടുംബക്കാരുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിനു വേണ്ടി സ്ഥലത്തെ ഈഴവർ കൂടിച്ചേർന്ന് ശ്രീനാരായണ കരുണാവിലാസിനി യോഗം രൂപീകരിച്ചു. SNDP ശാഖായോഗങ്ങൾ തുടങ്ങിയ കാലം മുതൽ ചുറ്റിനുമുള്ള ശാഖകളിൽ നിന്ന് 4 അംഗങ്ങളെ വീതവും അകലെയുള്ള ശാഖകളിൽ നിന്ന് 2 അംഗങ്ങളെ വീതവും പ്രതിനിധികളായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ യോഗം ക്ഷേത്രഭരണം ഏറ്റെടുത്തു. ഇന്നും ഇതേ വിധം തുടർന്നു വരുന്നു. അങ്ങനെ ഇരിക്കെ ക്ഷേത്രം ഒന്ന് പുതുക്കണം. അവിടെയുള്ള ദേവീ വിഗ്രഹത്തെ മാറ്റി അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിക്കണം. കൂടാതെ ഉപവിഗ്രഹങ്ങളായി ഗണപതി, മുരുകൻ എന്നിവരെയും പ്രതിഷ്ഠിക്കുവാനായിട്ട് കമ്മിറ്റിക്കാർ തീരുമാനിച്ചു. പിന്നീട് അതിനുള്ള ഒരുക്കങ്ങളായി. പണിക്ക വീട്ടിൽ പത്മനാഭ പണിക്കർ ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങി. അവിടെ അന്നുണ്ടായിരുന്ന ചെറിയൊരു ദേവീ വിഗ്രഹത്തെ പൊളിച്ചു മാറ്റി അവിടെ പുതിയൊരു ക്ഷേത്രം തന്നെ നിർമ്മിച്ചു. ശ്രീകോവിൽ, മണ്ഡപം, 4 അമ്പലം, ഉപവിഗ്രഹങ്ങൾ എന്നിവ തയ്യാറാക്കി. പ്രതിഷ്ഠയ്ക്കായി ഗുരുവിനെ വർക്കലയിൽ ചെന്ന് കണ്ടു. എന്നിട്ട് ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ പ്രതിഷ്ഠയ്ക്ക് തലേ ദിവസം തന്നെ സന്നിഹിതനായി, പരിവാര സമേതം സന്നിഹിതനായി. ഭഗവാനോടൊപ്പം ശ്രീമദ് ബോധാനന്ദ സ്വാമികൾ, VP നീലകണ്ഠൻ ശാന്തി, പ്രൈവറ്റ് സെക്രട്ടറി കോമത്ത് കുഞ്ഞികൃഷ്ണൻ, തന്ത്രിമാർ, സമുദായ പ്രമാണിമാർ എന്നിവരും ഉണ്ടായിരുന്നു. കളവങ്കോടെ വലിയ പാലത്തിന് സമീപത്ത് നിന്നും വെള്ളത്തുണി വിരിച്ച പാതയിലൂടെയാണ് ഭഗവാനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. ഈ സന്ദർഭത്തിൽ സഹോദര പ്രസ്ഥാനം ചേർത്തലയിൽ വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു. സഹോദരൻ അയ്യപ്പന്റെ അനുയായിയായ ചേർത്തലക്കാരനായ KC കുട്ടന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഇവിടെ വന്നെത്തുകയുണ്ടായി. തൃപ്പാദങ്ങളെ വന്ദിച്ച് അവർ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് എതിരാണെന്ന് അറിയിച്ചു. അന്തരീക്ഷം പെട്ടെന്ന് പ്രക്ഷുബ്ധമായി. അങ്ങിങ്ങായി വാദപ്രതിവാദങ്ങൾ തുടങ്ങി. ഒരു കൂട്ടം ആളുകൾ കുട്ടന് നേരെ വന്നെത്തി. എങ്കിലും കുട്ടനും കൂട്ടരും പിന്മാറിയില്ല. അവർ തൃപ്പാദ സമക്ഷം ഒരു നിവേദനം സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. എതിർപക്ഷക്കാർ ഇതിനെ നിരുത്സാഹപ്പെടുത്തി.
എങ്കിലും നിവേദനം നൽകുവാനുള്ള ആഗ്രഹം നടക്കട്ടെ എന്ന് തൃപ്പാദങ്ങൾ കൽപ്പിച്ചു. അവർ അവരുടെ നിവേദനം സമർപ്പിച്ചു. അത് ഭഗവാൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അങ്ങ് ഇനിയും വിഗ്രഹ പ്രതിഷ്ഠ നടത്തരുത്. എതിർപ്പുണ്ടല്ലോ. മന്ദഹാസത്തോടുകൂടി ഭഗവാൻ പറയുകയുണ്ടായി. ജനങ്ങൾ പെട്ടെന്ന് ക്ഷുഭിതരായി. അന്തരീക്ഷം പെട്ടെന്ന് കലുഷിതമായി മാറി. ബോധാനന്ദ സ്വാമികൾ എല്ലാവരെയും സമാധാനിപ്പിച്ചു. തൃപ്പാദങ്ങൾ അക്ഷോഭിതനായിരിക്കവേ ജനങ്ങൾ ശാന്തരായി. അന്തരീക്ഷം ക്രമേണ ശാന്തമായി തുടങ്ങിയപ്പോൾ ഭഗവാൻ കൽപ്പിച്ചു: ഒരാൾ കണ്ണാടി കൊണ്ടുവരട്ടെ. ഇത് കേൾക്കേണ്ട താമസം രാമൻകുട്ടിയും കാട്ടിപ്പറമ്പിൽ ഗോപാലനും കൂടി എറണാകുളത്ത് പോയി ഒരു ആൾ കണ്ണാടി വാങ്ങിക്കൊണ്ടുവന്നു. തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രെയിമുള്ള കണ്ണാടി കണ്ടപ്പോൾ ഇത് പ്രതിഷ്ഠിച്ചാൽ പോരെ എന്ന് തൃപ്പാദങ്ങൾ ചോദിക്കുകയുണ്ടായി. ആരും എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. കണ്ണാടിയുടെ ഫ്രെയിം ഇളക്കി ഭഗവാൻ പറഞ്ഞ അളവിൽ അത് മുറിച്ചു. എന്നിട്ട് അതിൻ്റെ മധ്യഭാഗത്തായി ഓം ശാന്തി എന്നെഴുതിയാൽ മതി എന്ന് തൃപ്പാദങ്ങൾ കൽപ്പിച്ചിരുന്നു. അവിടെ ആ കണ്ണാടിയുടെ മധ്യഭാഗത്ത് രസം ചുരണ്ടി കളഞ്ഞവരുടെ സൂക്ഷ്മത കുറവ് കൊണ്ടോ എന്തോ അത് ഓം ശാന്തി എന്നായിപ്പോയി. എന്താണ്? അതെ, അവിടെ ദീർഘം വിട്ടുപോയി. ഇത് ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അത് മതി, അതിനും ഒരർത്ഥമുണ്ട്. അങ്ങനെ 1102 ഇടവമാസം 31-ാം തീയതി രാത്രി 4 മണിക്ക് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ഇപ്പോഴും നമ്മളിവിടെ കാണുന്നത് ഓം ശാന്തി എന്ന ലിപിയോടുകൂടിയ ആ കണ്ണാടിയെയാണ്. നമ്മൾ കരുതുന്നത് പോലെ ആ കണ്ണാടിയിലേക്ക്, ആ വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രതിരൂപത്തെ ആ കണ്ണാടിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ കണ്ണാടിയെയും കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന ലിപിയെയും വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണുകയും ചെയ്യും. ഈ രീതിയിലാണ് ഭഗവാൻ ഇവിടെ ആ കണ്ണാടിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് ശേഷം മറ്റുള്ള ഉപവിഗ്രഹങ്ങളെയും അർദ്ധനാരീശ്വര വിഗ്രഹത്തെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീമദ് ബോധാനന്ദ സ്വാമികളാണ്. അർദ്ധനാരീശ്വര വിഗ്രഹത്തെ കണ്ണാടിക്ക് അല്പം മുൻപിലായി ഇടതുവശത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അർദ്ധനാരീശ്വര വിഗ്രഹത്തെ നമുക്ക് നേരെ കാണാം. കണ്ണാടിയെയും കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന ലിപികയെയും അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന വലിയ വിഗ്രഹമല്ല അർദ്ധനാരീശ്വര വിഗ്രഹം. അതിൻ്റെ ഇടതുവശത്തായി ചെറുതായിട്ട് കാണുന്നതിനെ ആ വിഗ്രഹമാണ് ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അർദ്ധനാരീശ്വര വിഗ്രഹം. അങ്ങനെ വിഘടിച്ചു നിന്നവരെ വിഗ്രഹം കൊണ്ടും ദർപ്പണം കൊണ്ടും സമന്വയിപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്ത ദൗത്യത്തിന്റെ കാതൽ. ഭഗവാൻ ലോകത്തിന് നൽകിയ ദർശനങ്ങളെ ക്ഷേത്രത്തിന്റെ 4 അമ്പലത്തിന് ചുറ്റും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഒരു ഛായാചിത്രം ക്ഷേത്രത്തിനകത്ത് പ്രത്യേക ഒരു സ്ഥലത്ത് വെച്ച് ആരാധനയും നടത്തി വരുന്നു. പ്രതിഷ്ഠയ്ക്ക് ശേഷം പനച്ചിമരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഭഗവാന്റെ അടുത്തേക്ക് നാരായണൻ എന്ന പേരുള്ള ഒരു യുവാവ് വന്നെത്തി തൃപ്പാദങ്ങളെ വന്ദിച്ചു. അദ്ദേഹത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ട് ഭഗവാൻ ഇപ്രകാരം പറയുകയുണ്ടായി: ഇവർ വന്നു വിളിക്കും, അപ്പോൾ ഇവിടുത്തെ ശാന്തി ജോലി ഏറ്റെടുക്കണം. അങ്ങനെ ഗുരു കൽപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ അദ്ദേഹത്തെ ചെന്ന് കാണുകയുണ്ടായി. എന്നിട്ട് ശാന്തി ജോലി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടു. ഭഗവാന്റെ ആ കൽപ്പനയെ, ആ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് അദ്ദേഹം ആ ജോലി ഏറ്റെടുത്തു. അങ്ങനെ ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ ശാന്തിക്കാരനായി മാറി നാരായണൻ ശാന്തികൾ. ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ്. ഉത്സവത്തിന് കൊടിയേറുന്ന സമയത്ത് ഈ ക്ഷേത്രം ഉടമസ്ഥർക്ക് ഇന്നും ഒരു ജോഡി വസ്ത്രം പാരിതോഷികമായി നൽകി വരുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സ്മൈലിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗൗരി നന്ദന.